അപ്പോൾ നമ്മൾ ഇന്ന് വാഗമണ്ണിൽ ഒരു ജീപ്പ് സഫാരി പോകാൻ തുടങ്ങുകയാണ്. ടിപ്പിക്കൽ വാഗമൺ യാത്രകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ തേടിയുള്ള യാത്രയിലാണ്. ഓഫ് റോഡ് റൂട്ടിലൂടെയുള്ള ഒരു കിടിലൻ ട്രിപ്പ്. രാവിലെ കൃത്യം 9:30 തന്നെ നമുക്ക് പോകാനുള്ള ജീപ്പ് എത്തി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ജീപ്പിൽ കയറി യാത്ര ആരംഭിച്ചു. ആദ്യം ഞങ്ങൾ പോകാൻ തുടങ്ങുന്നത് കൈതപ്പതൽ വ്യൂ പോയിന്റിലേക്കാണ്. വളരെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ഇന്ന്. മഴയുമില്ല, വെയിലുമില്ല, ചെറിയൊരു മൂടിയ ക്ലൈമറ്റ്, അതുകൊണ്ട് തന്നെ നല്ല വിസിബിലിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ ഓഫ് റോഡിലൂടെ ആദ്യത്തെ വ്യൂ പോയിന്റായ കൈതപ്പതൽ എത്തിച്ചേർന്നു. വാഗമണ്ണിന്റെ പച്ചപ്പ് നിറഞ്ഞ താഴ്വരകളും താഴെ പുൽമേടുകളും ഒരേപോലെ കാണാൻ പറ്റിയൊരിടം. അതുകൂടാതെ ഈ വ്യൂ പോയിന്റിൽ നിൽക്കുമ്പോൾ താഴെയായിട്ട് മനോഹരമായ ചെറിയൊരു വെള്ളച്ചാട്ടം ഒഴുകുന്നതും കാണാൻ സാധിക്കുന്നതാണ്. അവിടെ കുറച്ചുനേരം ടൈം സ്പെൻഡ് ചെയ്ത ശേഷം നമ്മളുടെ അടുത്ത ലൊക്കേഷനായ കോട്ടമലയിലേക്കാണ് പോയത്. വാഗമൺ ടൗണിൽ നിന്നും ഏകദേശം 6.5 കിലോമീറ്റർ മാറിയാണ് കോട്ടമല സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതിയുടെ വിശാലമായ കാഴ്ചകളും ശാന്തമായ അന്തരീക്ഷവും ചേർന്ന ഒരു ഫോട്ടോസെനിക് ലൊക്കേഷൻ തന്നെയാണ് കോട്ടമല. അവിടെ നിന്നും നേരെ ഇടുക്കി ഡാം വ്യൂ പോയിന്റിലേക്കാണ് പോയത്. ഓഫ് റോഡിലൂടെയുള്ള ഈ ഒരു ജീപ്പ് യാത്ര കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ മൂന്നാമത്തെ സ്പോട്ടായ ഇടുക്കി ഡാം വ്യൂ പോയിന്റിലേക്ക് എത്തിച്ചേർന്നു. ദൂരെയാണെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ആർച്ച് ഡാമായ ഇടുക്കി ഡാമിന്റെ മനോഹരമായ കാഴ്ച ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. തട്ടുതട്ടായിട്ട് കിടക്കുന്ന ഡാമിന്റെ ഒരു വ്യൂ ഇവിടെ നിന്ന് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അവിടെ നിന്ന് ഞങ്ങൾ പോയത് നാലാമത്തെ സ്പോട്ടായ കപ്പക്കാനം വെള്ളച്ചാട്ടത്തിലേക്കാണ്. പാറക്കെട്ടുകളെ വകഞ്ഞു മാറ്റി കാടിന്റെ നടുവിലൂടെ താഴേക്ക് ഒഴുകുന്ന മനോഹരമായ ഒരു കൊച്ചു വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ അടുത്ത സ്പോട്ടായ ഉളുപ്പുണ്ണി തുരങ്കമുള്ളത്. ഏകദേശം 3 കിലോമീറ്റർ ദൂരമുള്ള ഈ തുരങ്കം കുളമാവ് ഡാമിന്റെ അധിക ജലം ഒഴുക്കി വിടാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ജീപ്പ് യാത്രാ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെയും ബൈ ഫ്രം ഗോകുൽ.